ദാരിദ്ര്യ ഭീതി ഭൂതത്തിന്റെ ചതി എന്നതാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ശൈത്താൻ. മൊത്തം ജനങ്ങളെ വിലയിരുത്തുമ്പോ ഈ വിഷാദ രോഗത്തിൽ, ഡിപ്രഷനിൽ ഞെട്ടുന്ന റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. മനസ്സിന്റെ അകത്ത് യാതൊരു സ്വസ്ഥതയില്ല, ഒക്കെ ഗുളിക കഴിച്ച് നടക്കണം. ഞാൻ ഇന്നലെ രാത്രി വാതിനപ്പോഴും പ്രഗത്ഭരായ കുറെ ആളുകൾ ഇങ്ങനെ കണ്ടു. നല്ല കതിർകുപ്പായുണ്ട്, റാഡോ വാച്ചുണ്ട്. വാതിന് വന്നത് 1 കോടി റുപ്യ, 80 ലക്ഷം, 1.20 ഇതിനൊക്കെ വലിയ വലിയ വണ്ടികളിലാണ്. ഇനി പോകുന്നത് കോടിക്കണക്കിന് റുപ്യ വിലപിടിപ്പുള്ള വീട്ടിൽ ഉറങ്ങാനാ. പക്ഷെ മനസ്സിനൊരു സുഖമില്ല, മനസ്സിനൊരു സുഖമില്ല. വിഷാദ രോഗം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഒരു പക്ഷേ അറ്റാക്കിനേക്കാൾ, ക്യാൻസറിനേക്കാൾ കൂടുതൽ വിഷാദ രോഗികളായിരിക്കും. ഇത് മുഴുവൻ വരുന്നത് 80% ഹൗഫുൽ ഫഖറിൽ നിന്നാണ്. ദാരിദ്ര്യത്തിന്റെ പേടി, ഒന്നുകിൽ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ. ഒരുപാട് ചിന്തിപ്പിച്ച രോഗ സന്ദർശനം ഈടെ അടുത്തുണ്ട്. ക്യാൻസർ രോഗിയാണ്, സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പൊ അയാൾ ഇങ്ങനെ കരഞ്ഞോണ്ട് എണ്ണി പറയാണ്, അയാൾ ഇവിടെ ഒരു മുഴ, ഇവിടെ ഒരു മുഴ, രണ്ടോടത്തും തുളച്ചിട്ടുണ്ട്, ഇതിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ ഭക്ഷണമൊക്കെ കയറ്റുന്നത്. ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. പെട്ടെന്ന് രോഗം വന്നു. എന്നെ കാണുന്ന പറഞ്ഞപ്പോ ഞാൻ പരിപാടിക്ക് പോകുന്നതിനിടയിൽ ഇറങ്ങിയതാ. റോഡ് സൈഡിലാണ് വീട്. അപ്പൊ തലമുടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്താ അറിയോ, 2-3 ആൺകുട്ടികളും 1-2 പെൺകുട്ടികളും ഉണ്ട്, 2 ഭാര്യമാരും ഉണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാണ്, എനിക്ക് എല്ലാ കാര്യം പൂർത്തിയായി, അൽഹംദുലില്ലാ, എല്ലാം അൽഹംദുലില്ലാ ഉഷാറായി. പക്ഷെ എൻ്റെ മൂത്ത മോളെ കാര്യത്തിൽ നിങ്ങൾ ദ്വാരക്കണം, അതിൽ മാത്രമേ ഇനി ബേജാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അയാളെ തപ്പണ 5-6 മാസമായിട്ട് ക്യാൻസറിൽ ഇങ്ങനെ കിടക്കുകയാണ്. എണീച്ചിരിക്കും, ആരെയിലൊക്കെ തീ കൂടെ എന്തെങ്കിലും കൊടുക്കും, കിടക്കും, ചിലപ്പോൾ നടക്കുകയൊക്കെ ചെയ്യും. അത് ഞാൻ ചോദിച്ചു, ഞാനിതൊക്കെ വിട്ട് ഞാൻ ചോദിച്ചു, നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ നിസ്കരിക്കുക? 5 മാസമായിട്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നോ നാളെ തട്ടിപ്പോകാൻ നിൽക്കാണ്. 5 മാസമായിട്ട് നിസ്കരിച്ചിട്ടില്ല. അതിലോട്ട് ബേജാറില്ല. മൂത്തോളെ കാര്യത്തിലെ ബേജാറ്. മൂത്തോള് നിസ്കരിക്കത്തേനാണോ ബേജാറല്ല, മൂത്തോൾക്ക് കുട്ടികളില്ല എന്ന്, അതിലപ്പം മൂപ്പര് ബേജാറ്. ഞാൻ അന്ന് കുറെ ചിന്തിച്ചു, മനുഷ്യന്മാരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എനിക്ക് ആകെ ബേജാറ് മൂത്തോളെ കാര്യത്തിലല്ല, ഇയാൾ 5 മാസം നിസ്കരിക്കാത്തതിന്റെ കാര്യത്തില് ഞാൻ ആകെ ബേജാറ്. ഞാൻ അയിമ കൂടി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല, കിടന്ന് നിസ്കരിച്ചുകൂടെ? കിടന്ന് നിസ്കരിക്കാനൊക്കെ പറ്റും, അതൊക്കെ പിന്നെ കുറെ ഇടങ്ങറും കാര്യങ്ങളും അല്ലേ വെച്ചിട്ട് അങ്ങനെ പോയി 5 മാസമായി. ഒരു ചോട് നിസ്കാരം കിടക്കുന്നുണ്ട്, മാറിയാ നിസ്കരിക്കണം. എവിടെ മാറുന്നു? ഇതുണ്ട ഞാൻ മാറുന്നു. അതിൽ ഈ മനുഷ്യന് ഒരു ബേജാറില്ല. ആർക്ക്? 7 ഹജ്ജ് ചെയ്ത ആളയാള്, ആർക്ക് ബേജാറില്ല. 5 മാസം നിസ്കാരം മിസ്സാദീന് ഒരു ബേജാറില്ല. ഇത് അയാള് മാത്രല്ല, നമ്മളൊക്കെ കുടുംബത്തിൽ നിങ്ങൾ രോഗികളെ പോയി സന്ദർശിക്കുമ്പോ ആദ്യം ചോദിക്കേണ്ടത് രാവിലെ ഗുളിക കൊടുച്ചോന്നല്ല, സുബഹി നിസ്കരിച്ചോ ചോദിച്ചോക്കാണ്. നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഭൂരിഭാഗം നിസ്കരിച്ചിട്ടുണ്ടാവില്ല. എന്നാ പുരക്കാരോട് നിങ്ങൾ ചോദിച്ചോക്കാണ് നിസ്കരിപ്പിക്കലുണ്ടോന്ന്. ഓല് നിസ്കരിപ്പിക്കലുണ്ടാവില്ല. അവര് ഗുളിക കൊടുക്കും, മരുന്ന് കൊടുക്കും, മരിക്കുന്ന ഉറപ്പാണെങ്കിലും മരുന്നൊക്കെ റെഡി ആയിട്ട് കൊടുക്കും, പക്ഷെ നിസ്കരിപ്പിക്കൂല. പഠിച്ച തമ്പുരാനെ, എന്താണ് ഈ ഒരു അവസ്ഥ? എന്റെ ഉമ്മ 2.5 മാസം രോഗിണിയായിട്ട് കിടന്ന ആളാണ്. ആ 2.5 മാസം തഹജ്ജുദ് അടക്കം നിസ്കരിച്ചിട്ടുണ്ട്. ക്യാൻസർ ആയിരുന്നു. 2.5 മാസം തഹജ്ജുദ് നിസ്കരിച്ചു. വഫാത്തിന്റെ അന്നും നിസ്കരിച്ചു തഹജ്ജുദ്. ഒതുകൊടുത്ത നിസ്കാരം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്. ഇരിക്കാൻ കഴിയില്ല, കിടന്നിട്ടാ നിസ്കരിക്കുക. ബാനെന്ന് കരുതി എന്താ നടപ്പിലാക്കിയാല്? ബോധം കയറലാണ് അടിസ്ഥാനം. ബോധം കയറുക. ബോധം എന്നുള്ളൊരു സംഗതി ഉണ്ട്, അവിടെ ഭൂതം ഉണ്ടാവില്ല. ഭൂതം കയറിയാൽ ബോധം ഉണ്ടാവില്ല. വെറും ദുന്യാവിൽ ചിന്ത അങ്ങോട്ട് ഗ്രസിച്ചിട്ട് ആഖിറം മറക്കുന്ന നിർഭാഗ്യവാന്മാരായി തലമുറകൾ മാറുകയാണ്. അവിടെയാണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇബ്ലീസും അവന്റെ അനുയായികളും ദിനം പ്രതി മീറ്റിംഗ് കൂടുന്നതാണ്, സഭ കൂടുന്നതാണ്, യോഗം കൂടുന്നതാണ്, വരവ് ചെലവുകൾ കണക്ക് കൂട്ടുന്നതാണ്. ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ എല്ലാരും കൂടി യോഗം കൂടും ഓരോ ദിവസവും. അവർക്കുണ്ടല്ലോ വരവും ചെലവും കണക്ക്. എന്നിട്ട് അതിലിപ്പോ ഓരോ ദിവസങ്ങളിൽ അധ്വാനം മുതലായില്ല എന്നുള്ള നേതാവിന്റെ നേതൃത്വത്തിലായി ചർച്ചകൾ പൊടിയും. അപ്പോ
ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു 3 വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇത് 3 ഉണ്ട്. എന്താണ്? ഒരു ദിവസം ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കൊന്നു എന്നറിഞ്ഞാൽ ഇബ്ലീസ് തുള്ളിച്ചാടും. മുഹമ്മദ് മുസ്തഫ. അങ്ങനെ മുതലായി. മുഅ്മിനീങ്ങൾ പരസ്പരം വാളെടുക്കേണ്ടവരല്ല, മുഅ്മിനീങ്ങൾ പരസ്പരം കത്തിയെടുക്കേണ്ടവരല്ല, മുഅ്മിനീങ്ങൾ പരസ്പരം വിധ്വംസക പ്രവർത്തനം നടത്തേണ്ടവരല്ല, മുഅ്മിനീങ്ങൾ പരസ്പരം ഏഷണി ഭീഷണി പാര പോരുമായി നടക്കേണ്ടവരല്ല. മുഅ്മിനീങ്ങൾ റുഹമാഉ ബൈനഹും. ഇതാണ് മുഅ്മിനീങ്ങൾ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഇബ്ലീസ് എന്ത് ചെയ്യും? അവരുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കും. ആ ഫിത്ന പിന്നെ ദേഷ്യമാകും, ദേഷ്യം ശത്രുതയാകും, ശത്രുത സംഘട്ടനമാകും, സംഘട്ടനത്തിൽ കൊല നടക്കുന്നതാണ്. പത്രമാധ്യമങ്ങളിലൂടെ, ശ്രാവ്യമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ ദിനം പ്രതി ഡസങ്കണക്കിന് വായിക്കുന്ന നിങ്ങൾക്ക് മുമ്പില് ഞെട്ടുന്ന റിപ്പോർട്ടുകൾ ഞാൻ പറയണോ വേണ്ട? ഇങ്ങനെ ഇബ്ലീസിനെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന സമുദായമായി ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടാൽ ആനന്ദ തുന്തിലായി ഇബ്ലീസ് ചാടിക്കളിക്കുമേ. നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ നഷ്ടപ്പെട്ടൊക്കെ ഓനറിയാത്. അതോടുകൂടി വൻ സഭയിൽ ഭയങ്കര തുള്ളിച്ചാട്ടാവും. എന്റെ വിഷയം ഇത് രണ്ടും അല്ലാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. 3, ഇബ്ലീസ് സന്തോഷിക്കുന്ന 3ാമത്തെ കാര്യം ഇമാം ഖുശൈരി തങ്ങൾ റിസാലയെ രേഖപ്പെടുത്തിയ ഹദീസാണ്. 3ാമത്തെ സംഗതി എന്താ അറിയോ? ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിന്റെ അകത്ത് നാളെ ദാരിദ്ര്യം വരുമോ എന്ന് പേടി ഇബ്ലീസിന്റെ അനുയായികളിൽ ആരെങ്കിലും കുത്തിവെച്ച് അവൻ ദാരിദ്ര്യ ഭീതിയുടെ ആളായി മാറിയാൽ ഇബ്ലീസ് ആ ഒരു ഭീതി ഇവനുണ്ടാക്കി കൊടുത്ത അനുയായിയെ കൈപിടിച്ച് കുലുക്കി ആശ്ലേഷിച്ചുകൊണ്ട് ആനന്ദ തുന്നലിനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയല്ലേ നമുക്ക് നാളെന്താ കാട്ട? ഇത് മുഅ്മിന് വരാൻ പാടില്ല. ചെറുപ്പക്കാരെ, ഒരിക്കലും ദുന്യാവിന്റെ കാര്യത്തിൽ അമിത ചിന്തയും കൊടുക്കരുത്. എനിക്കിത് പ്രസംഗിക്കാനുള്ള താത്വിക അർഹത ഉണ്ട്. കാരണം ഞാൻ ദുന്യാവിന്റെ കാര്യത്തിൽ ചിന്ത കൊടുക്കാത്ത ആളാണ്. അള്ളാഹു നാളെ നിലനിർത്തി തെറ്റ്. എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടെങ്കിലല്ലേ അയിമ തല കൊടുക്കുക. എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ സംഗതി ഉണ്ട് എന്നുള്ളത്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് എങ്ങനെയായിട്ട് നിങ്ങൾ കണക്കൂട്ടും വേണ്ട. എനിക്കൊന്നും ഓർമ്മയില്ല. ചില ആളുകൾ വാല് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പറയും, ഉസ്താദ് പ്രത്യേകം പൊരുത്തപ്പെടണം, മിഞ്ഞാൻ തന്ന് കുറച്ച് കുറഞ്ഞിക്കണിട്ടാണ്. സത്യം, എനിക്ക് ഐറ്റങ്ങൾ മിഞ്ഞാൻ തന്നെ എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല. പൊരുത്തപ്പെടണമെങ്കിൽ ഇത് കണക്കൂട്ടിയിട്ട് ഇത്ര കുറഞ്ഞിക്കണം എന്നുള്ളൊരു ഓർമ്മയൊക്കെ അത് ഓർമ്മ ഇല്ലാതെ പിന്നെ എങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കുക? അപ്പൊ ഞാൻ പറയും, ഇപ്പൊ നിങ്ങളൊന്ന് പൊരുത്തപ്പെടിക്കണം എന്ന് പറയും അങ്ങനത്തെ ആൾക്കാരോട്. എന്ത് ചോദിച്ചു? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ അതെനിക്ക് ശല്യമായിട്ടുണ്ടാവും, നിങ്ങൾ പൊരുത്തപ്പെടിച്ചാലും മിഞ്ഞാന്ന് തന്നെ കുറച്ച് കുറഞ്ഞിക്കണ്, നിങ്ങൾ പൊരുത്തപ്പെടി നിങ്ങൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞ് എനിക്കൊരു ശല്യമായിട്ടുണ്ട്, അത് ഞാൻ കേട്ടല്ലോ, അതുകൊണ്ട് ആ വാക്കിനൊന്ന് പൊരുത്തം ചോദിച്ചാൽ എണ്ണണ മുഴുവനും ചിന്ത മുഴുവനും നേരം വെളുത്തു വൈകുന്നേരം മുഴുവനും കിടന്നുറങ്ങി ആ കണക്കൂട്ടണ മുഴുവനും എന്നിട്ട് കിനാവ് മുഴുവനും പൈസ എണ്ണണത്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് 1 ലക്ഷം ശമ്പളം കിട്ടണ കിനാവ് ഉണ്ട്, അതിന്റെ താബീർ എന്താന്ന് വെച്ച് ഓനിപ്പോ അതിന്റെ ബേജാറ് അതിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇതിപ്പോ എങ്ങാനും ശമ്പളം കിട്ടുന്നോട് യോജിച്ചു വന്നാൽ അൽഹംദുലില്ലാ അതാ പോൻ ചോദിക്കണത്. ഇങ്ങനെ തല മൊത്തം ദുനിയാവില്. പിന്നെ ഇവിടെ അള്ളാനെ ഓർക്കാൻ സമയം, പിന്നെ ഇവിടെ റസൂലിനെ ഓർക്കാൻ സമയം. ഇത് ആരെ പണിയാരെ ഞങ്ങള്? ഇത് മറ്റാളെ പണിയാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് എന്താവും? ഭയങ്കര ഭീതിയായിരിക്കും അവന്റെ കാര്യത്തിൽ, മക്കളെ കാര്യത്തിൽ പേടി. ഇന്നലെ തന്നെ ഒരു വലിയ മലയാളി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബേജാറുണ്ട്, കാരണം മറ്റുള്ളവരൊക്കെ ഒരു സ്റ്റാൻഡേർഡിലെത്തി, എനിക്കിപ്പോ കയ്യിലൊന്നും ഇല്ലാത്ത. അപ്പം കയ്യിലൊന്നും ഇല്ലാത്താണ് പേടി, വേറെ ആഖിറത്തിലൊന്നും ഇല്ലാത്ത പേടിയില്ല. അവൻ സുബീസ്കരിക്കാറില്ല, അത് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നും കിടന്നുറങ്ങലാണ്, അതിൽ പേടിയൊന്നുമില്ല. എവിടെ എത്തി ചിന്തിക്കണേ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെങ്ങാനും ദാരിദ്ര്യത്തിന്റെ ഭീതി ഇബ്ലീസ് ഉണ്ടാക്കിയാൽ കൽബിൽ ഫഖറിന്റെ ഖൗഫ് വന്ന അന്നത്തെ ദിവസം എത്ര പേരുടെ കൽബിലാണോ ഖൗഫ് കുത്തിവെച്ചത്? ഇബ്ലീസിന് ആഘോഷമാണ്, ആഹ്ലാദമാണ്. നബിയുനാ റസൂലുള്ളാഹി. ഈ വിഷയത്തിൽ ഞാൻ ഒരു ആൺകുട്ടിയെ ഞങ്ങൾ കേൾപ്പിച്ചുതരാം. മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈർക്കിളിമാരായിരുന്നു. കാലൊക്കെ എന്ന് പറഞ്ഞാല് കാറ്റിന് വസ്ത്രങ്ങാനും നീങ്ങിപ്പോയാൽ പുതുമുസ്ലിമീങ്ങൾ പരിഹസിച്ചുകൊണ്ട് ചിരിക്കും. എന്താണ്? ഇസ്ലാമിലേക്ക് കണ്ട് കയറിയിട്ട് ഈമാന്റെ യഥാർത്ഥ പ്രകാശം ഉള്ളിൽ കയറാത്ത ആളുകൾ ഉണ്ടാവും.
അവര് കണ്ടാച്ചിരിക്കും. കാരണം അത്ര ഇങ്ങനെയായിരുന്നു, ഈർക്കിളി പോലത്തെ കാലായിരുന്നു. ശരീരം വളരെ ബലഹീനമായിരുന്നു. ഈമാൻ കടുകട്ടിയുള്ള ഈമാനായിരുന്നു. ആ ഇബ്നു മസ്ഊദ് വഫാത്തായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്താണ്. ആ രോഗത്ത് കിടക്കുന്ന സമയത്ത് മാറുന്ന പ്രതീക്ഷ ഇല്ലാത്ത രോഗമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സന്ദർശിച്ചു. രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുറെ പെൺകുട്ടികളാണ്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ ഉസ്മാൻ എന്നവര് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട ഇബ്നു മസ്ഊദേ, ഞാനേ നിങ്ങളെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം, ബൈത്തുൽ മാലിന് ഞാൻ തരാം, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കുറച്ച് പൈസ ഇവിടെ കൊടുത്തരാറ്. അപ്പൊ ഈ രോഗിയായി കിടക്കണ ഇബ്നു മസ്ഊദ് പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആ പൈസ ആവശ്യമില്ല, എനിക്ക് ബൈത്തുൽ മാലിലെ പൈസ ഒന്നും വേണ്ട. അപ്പൊ കൂടെയുള്ള കുറച്ച് ആൾക്കാർ തന്നെ, എന്ത് പണി ഞങ്ങൾ ചെയ്ത്, ബൈത്തുൽ മാലിലെ പൈസ നിങ്ങൾക്ക് അവകാശമല്ല, നിങ്ങൾ ഫക്കീറല്ല, നിങ്ങളെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഇത്ര പെൺകുട്ടികളെ ഉള്ള ഇവിടെ. പെൺകുട്ടികളോ? എനിക്ക് പെൺകുട്ടികളുടെ വിഷയത്തിൽ ഫക്കറിൽ ഒരു ഖൗഫില്ല. ലാ ഖൗഫ ലീ ഫീ ഫക്രിഹിന്ന. അവർക്ക് ഫക്കർ വരും എന്ന വിഷയത്തിൽ എനിക്ക് പേടിയില്ല. കാരണം ലിഅന്നി സമിഅതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. മന്ദാവ മാലാ ഖിറാഅത്തി സൂറത്തിൽ വാഖിഅ ലം യഫ്തഖിർ അബദാ. സൂറത്തുൽ വാഖിഅ പതിവായി പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം ഭവിക്കുകയില്ല. എന്റെ പെൺകുട്ടികൾക്ക് ഞാൻ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കേട്ട അന്ന് മുതൽ ഇന്ന് വരെ അവര് രാത്രിയിൽ പതിവായി സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നവരാ. അതുകൊണ്ട് അവർ അത്താഴം മുട്ടുമെന്ന കാര്യത്തിൽ ഈ പാവപ്പെട്ട ഇബ്നു മസ്ഊദിന് അശേഷം പേടിയില്ല. അതൊരു ഒന്നൊന്നര പ്രഖ്യാപനാണ്. നമുക്ക് ആർക്കെങ്കിലും ഇന്ന് വരെ തല കയറിക്കണോ? ഇന്ന് മുതൽ ഓതിക്കോളൂ. രാത്രി ഇനി അല്ലെങ്കിൽ പകലിൽ സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല, ഖബറിൽ ഇരുട്ടുണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദാരിദ്ര്യത്തിൽ മരിക്കണമെന്നൊന്നല്ല ഈ പറയണത്. നമുക്ക് നമ്മളെ കാര്യത്തിലും നമ്മളെ മക്കളെ കാര്യത്തിലൊക്കെ പേടി വേണം. പക്ഷെ ആ പേടി കൊണ്ട് വെപ്രാളത്തിൽ ഡിപ്രഷൻ ഉണ്ടാവരുത്. ഡിപ്രഷൻ പ്രശ്നമാണ്, ടെൻഷൻ ഉണ്ടാവും. ഹുസ്ന്, ഹമ്മ്, ഗമ്മ്, ഇങ്ങനെ വ്യത്യസ്ത തസ്തികയാണ് ഈ വിഷയം. ഗമ്മ്, ഹമ്മ്, ഹുസ്ന്. ഹുസ്ന് ആർക്കും ഇങ്ങനെ വന്നു പോണേ ഉണ്ടാവാം, അതൊന്നും വിഷയമല്ല. അതിങ്ങനെ വിഷാദ രോഗമായി, ഉറക്കം പോയി, അവന് അറ്റാക്ക് ഉണ്ടായി, അറ്റാക്ക് വേണ്ടാവും. ടെൻഷൻ കൂടി അറ്റാക്ക് സ്പീഡിൽ വരും. അതാണ് ഈ സൈലന്റ് അറ്റാക്ക് കൂടിയിട്ട് മരിക്കാൻ കാരണം. ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ കിടക്കും, പിന്നെ എണീക്കൂല, അതന്നെ അതിനെടുക്കാണ്ട് വരും. ഇതുണ്ടാവരുത്. ദുന്യാവിന്റെ കാര്യത്തിൽ ഉണ്ടായാൽ അത് ഭൂതത്തിന്റെ വഞ്ചനയാണ്, ചതിയാണ്, കൊലച്ചതിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ ഭീതി ഭൂതത്തിന്റെ ചതിപ്രയോഗമാണ്. അതിൽ പെട്ടുപോകല്ലേ. തമിഴ്നാട്ടിൽ നിന്നൊരു വലിയ ടെക്സ്റ്റൈൽസ് എടുക്കുന്ന വലിയ മുതലാളി, ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആൾക്ക് ഒരുപാട് കലകളുണ്ട്, ഉസ്താദിനായിട്ട് വലിയ ബന്ധമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ ഉസ്താദ് എന്നെയും കൊണ്ടുപോകും. അപ്പൊ അയാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഉസ്താദ് എനിക്കൊരു ഹദീസ് പറഞ്ഞു തന്നു, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്. അത് പറഞ്ഞ അന്ന് മുതൽ ഞാനിത് രണ്ടും പാരായണം തുടങ്ങിയതിനു ശേഷമാണ് എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റും കടകളൊക്കെ തുടങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റി. എൻ്റെ ഹലാലായ മാലിന്റെ മുഴുവൻ പിറകിലുള്ളത് സൂറത്തുൽ വാഖിഅയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഒരാഴ്ച ഓതിയിട്ട് വലിയ കടയും തുറക്കാൻ പറ്റാൻ എനിക്ക് വിളിക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോൾ ഒരാഴ്ചയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയൊന്നും തുറക്കാൻ പറ്റണില്ല, നിങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഓരോ ആളുകൾക്ക് അള്ളാഹു ഏകേത് കിട്ടും, അല്ലെങ്കിൽ ആഹാരം കിട്ടുന്നപ്പോൾ എനിക്ക് പറയാമല്ലോ. കാരണം നമ്മളിതിന്റെ ഏജന്റ് ഒന്നുമല്ല, നമ്മളെ ഹദീസ് പറയാം. ഇതിനൊക്കെ വലിയ സ്വാധീനം ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ വെറുതാവൂല, ഓതി വെറുതാവൂല, ഉറപ്പാണ്. കാരണം ആഖിറത്തിൽ കട ഉണ്ടാവും. കട എന്ന് പറഞ്ഞാൽ അവിടെ കൊട്ടാരം ഉണ്ടാവും, അവിടെ പരവതാനി ഉണ്ടാവും, അവിടെ കുടുംബസമേതം സന്തോഷം ജീവിക്കാൻ പറ്റും. അവിടുത്തെ ജീവിതത്തിൽ സുഖത്തിന് അറുതിയില്ലല്ലോ, അവിടുത്തെ സന്തോഷത്തിന് പരിധിയില്ലല്ലോ. അവിടെ അങ്ങനെ വിലസല്ലേ. ചെത്തിപ്പൊളിച്ച ജീവിതം ദുന്യാവല്ല, ആഖിറാണ്. ഇവിടെ എന്ത് ചെത്തിപ്പൊളിക്കല? ഇവിടെ ചെത്തിപ്പൊളിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇടയ്ക്ക് തലവേദന, ഇനി ചെത്തിപ്പൊളിക്കാൻ പറ്റുമോ? ചിലപ്പോൾ വേറെ വേദന, ചെത്തിപ്പൊളിക്കാൻ പറ്റുമോ? ചെത്തിപ്പൊളിക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് കയറി അറ്റാക്ക് കൊളത്തി പിടിക്കല്, ഇനി പോയി കിടക്കൂലേ? അല്ലെങ്കിൽ ഇന്നലെ ഒരാൾ ഇങ്ങനെ ബാലിന് വന്നത്, ഇങ്ങനെ എന്റെ റൂമിക്ക് രണ്ടാൾക്കാർ രണ്ട് സൈഡിലുണ്ട്, ഇങ്ങനെ എന്തേന്ന് വെച്ച് മൂത്രക്കല്ലോട്ട് നടക്കാൻ വയ്യായിരുന്നു. ഞാനൊക്കെ ചെത്തിപ്പിടിക്കാൻ പറ്റും? പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ മൊത്തം ഭക്ഷണം കൊടുത്ത ഇയാളാ, പക്ഷെ ഇയാൾക്ക് നടക്കാൻ പറ്റില്ല, തിന്നാനും പറ്റില്ല. മൂത്രക്കല്ലോണ്ട് ഇങ്ങനെ വരുന്നേ. മൂത്രക്കല്ല് എനിക്കും ഉണ്ടായിക്കണം, എന്നാലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെയാണ്. നല്ല സാഹസിൽ ദ്വാരനീന്ന് ഇറങ്ങിക്കണോ പോയിക്കണോന്ന് എനിക്കറിഞ്ഞൂടാ. ദ്വാരനിക്കണം. ഏതായാലും ഇവിടെ ചെത്തിപ്പിടിക്കാൻ പറ്റൂല, ഉറപ്പാണത്. ഈ ദുന്യാവ് തന്നെ ചളിയല്ലേ. ഞാൻ ഒരിക്കലും ഒരു കുടിയിരിക്കലിന്
പോയിരുന്ന കാലം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഞാൻ അവിടെ നിൽക്കുന്ന കാലത്ത്. അപ്പൊ നിർബന്ധിച്ചിട്ടിപ്പോ ഒരാളെ വീട്ടിൽ കുടിയിരിക്കലിന് പോയി. കുടിയിരിക്കലിന് പോയപ്പോ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവിടെ ഒരു മന്ത്രി വന്നിട്ടുണ്ട് കുടിയിരിക്കലിന് പങ്കെടുക്കാൻ. അപ്പൊ അയാള് ബാത്റൂമിൽ കയറിയതാ, മൂത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങണില്ല. അപ്പൊ അയാൾ ഇങ്ങോട്ട് ഇറങ്ങായിട്ട് എല്ലാവരും കൂടി പേടിച്ച് ഇങ്ങനെ നിൽക്കുക. അയാൾ ഇറങ്ങിയിട്ടാണ് ഭക്ഷണം വെക്കാൻ. ആദ്യത്തെ ട്രിപ്പിൽ അയാളെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇയാളിങ്ങോട്ട് ഇറങ്ങി കിട്ടി. നോക്കുമ്പോൾ എന്താ ഇയാൾ ബാത്റൂമിൽ കയറിയപ്പോൾ ടാങ്കിൽ വെള്ളം കഴിഞ്ഞാണ്. അപ്പൊ അതിൽ ഇരുന്നുകൊണ്ട് ഏപ്പായതാണ്. ഇപ്പൊ ടാങ്കിൽ വെള്ളം ഇല്ലാതെ കണ്ട് ഇറങ്ങാൻ പറ്റൂല. ഇന്ന ആൾക്ക് കണ്ട് വിളിച്ചു പറഞ്ഞാൽ മതി, ആ ഭക്ഷണത്തരം കൊണ്ട് ആൾ കൊണ്ടിടില്ല. ഇതാണ് ദുന്യാവ്. അത് ഏത് മന്ത്രിയായിട്ടും കാര്യമില്ല. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ആകത്തുക തന്നെയാണ്. ഒരു മന്ത്രിയായിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. രാവിലെ എണീച്ചാൽ കണ്ണിന്റെ കുഴിയിൽ നിന്ന് എന്താ കിട്ടുന്നത്? അത് ബ്രഷ് തേക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? രാവിലെ എണീച്ചാൽ പുറത്തു കൂടി വരുന്ന മൂത്രമാണ്, അത് കട്ടൻ ചായ അല്ലല്ലോ. ഇതെന്താ? ഇതാണ് ദുന്യാവ്. ഇതൊക്കെ തന്നെയാണ് ദുന്യാവ്. ആയിക്കോട്ടെ, കൂടാ നമുക്ക് ഹലാലായ പണം എത്ര കിട്ടിയാലും നല്ലതാണ്. ഇതിൽ തന്നെ ഉണ്ട് അള്ളാഹിനെ പേടിയുള്ള വലിയ മുതലാളിമാർ. അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. കച്ചവടം നല്ലോണം ചെയ്യണം. കടക്ക് നേരത്തെ വന്ന് തുറക്കണം. എത്ര രാവിലെ തുറന്ന അത്രയും നല്ലത്. അതൊന്നും ദീനെതിരല്ല, അള്ളാഹ്ക്കെതിരല്ല. പക്ഷെ ഇത് ഉണ്ടാകുമ്പോ അള്ളാഹിനെ മറക്കരുത്, പള്ളി മറക്കരുത്, ജമാഅത്ത് മറക്കരുത്, ഇൽമ മറക്കരുത്, ഖുർആൻ മറക്കരുത്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ അവൻ മഹ്ശറിലെ രാജനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിട്ട് എല്ലാവരും കൂടി ദാരിദ്ര്യത്തിലാവണം എന്നല്ലേ പറയണത്. പക്ഷെ ഇതൊരു ആക്കണ്ട. അത് അള്ളാഹു ഏകേത് കിട്ടിയിട്ട് നമ്മൾ മരിക്കുള്ളൂ. ആഖിറ അങ്ങനെയല്ല, അമല് ചെയ്താലേ രക്ഷപ്പെടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന്റെ ബോധം നമ്മുടെ തലയിലാക്കി തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ പറഞ്ഞും കേട്ടതും കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ ആഖിറത്തിന്റെ ബോധം നൽകണേ അല്ലാ. ദുനിയാവ് പിരിഞ്ഞു പോകുന്നതാണ്, കടന്നു വരുന്നത് ആഖിറമാണ്. അത് അനന്തമാണ്, അനശ്വരമാണ്, ശാശ്വതമാണ് എന്ന വിശ്വാസം, അതിനുള്ള ഒരുക്കത്തിൽ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവ് ഞങ്ങളുടെ മനസ്സിൽ ചെറുതാക്കി തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ചെറുതാക്കി തരണേ അല്ലാ. ഞങ്ങളെ കയ്യിൽ ഹലാലായ ദുനിയാവ് തരുകയും വേണം പടച്ചോനെ. ഞങ്ങളെ കാര്യത്തിന് ആരാനോട് യാചിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങളെ വഴികളൊക്കെ നീ തുറന്നു തരണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. തടസ്സങ്ങളൊക്കെ നീക്കണേ അല്ലാ. ദുനിയാവിന്റെ കാര്യത്തിൽ വിഷാദ രോഗികളാക്കല്ലേ അല്ലാ. ആഖിറത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ നൽകണേ അല്ലാ. ചിന്ത നൽകണേ അല്ലാ. അധ്വാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ബിസിനസ്സുകാരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, സമയങ്ങളിൽ, ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, തൊഴിലിൽ, പദ്ധതിയിൽ, ജീവിതത്തിൽ, വിജയത്തിൽ എല്ലാം നിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ. നീയത്തിൽ നിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ. പദ്ധതികൾ നീ വിജയിപ്പിക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അധ്വാനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ദഅവത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ, സമയത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അറ്റാക്ക്, ക്യാൻസർ നൽകല്ലേ അല്ലാ. അല്ലാഹു ഡിപ്രഷൻ നൽകല്ലേ അല്ലാ. സ്ട്രോക്ക് നൽകല്ലേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ. എപ്പ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കണേ അല്ലാ. സ്വർഗം കാണിച്ച് ചിരിച്ച് മരിപ്പിക്കണേ അല്ലാ. ഖബർ ഞങ്ങൾക്ക് സന്തോഷാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വിശ്രമ താവള സുരക്ഷിത താവളമാക്കി തരണേ അല്ലാ. സറാത്ത് ഞങ്ങൾക്ക് സുഖമായി വിട്ടുകിടക്കാനുള്ള ലൈനാക്കി തരണേ അല്ലാ. നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. تجاوز عن أمتي سيدنا محمد. اجعلنا من خيار أمته ومن محبيه. اغفر لنا ولوالدينا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك. ഓണക്കാട് ശനി ഞായർ തിങ്കൾ പരിപാടി നടക്കുകയാണ്. എൻ്റെ സുഹൃത്ത് വലിയദ്യം പൈലിയൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സ്വാലിദ് വൈത്തൂത്, അങ്ങനെ പലരും പങ്കെടുക്കുന്നുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പോകണം. ഞാൻ ഉണ്ടാവില്ല, ഞാൻ വേദന പോകണമല്ലോ, നിങ്ങൾക്ക് അറിയില്ല. ഇൻഷാ അല്ലാഹ് അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ പോയി പങ്കെടുക്കാം. നല്ല സാസാണ്. ദ്വാ കൊണ്ട് പൈ മനുഷ്യൻ കണ്ടില്ല ഈ നിൽക്കുന്ന ആള്. ഒരു കണ്ണട വെച്ചു എന്ന് പറഞ്ഞാൽ അയാൾ 2 കണ്ണിനും കാഴ്ചയില്ല. എൻ്റെ ചില പ്രസംഗത്ത് പറയലുണ്ട്, ഞാൻ പാങ്ങാര അബ്ബാസിനെ പറയലില്ലേ, അയാളാണ് നിൽക്കണത്. പാങ്ങെന്ന് വന്നാണ്. 2 കണ്ണിന് 12 കൊല്ലം കാഴ്ച ഉണ്ടായിരുന്നില്ല. സദസ്സിന്ന് ദ്വാരന്നിട്ട് കാഴ്ച കിട്ടിയത് ആത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞിട്ട്. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു കണ്ണടയും കൂടി വെക്കേണ്ടി വന്നു. 2 കണ്ണിനും കാഴ്ച ഉണ്ടായിരുന്നില്ല. മജ്ലിസിന്റെ വർക്കത്തോണ്ട് കിട്ടിയ കാഴ്ചയാണ്. ഇതാ ആളെ അയാൾ നീച്ചപ്പോ ഈ ഓർമ്മ എന്ന് പറഞ്ഞു. അയാളങ്ങനെ ഇത് പറയാൻ വേണ്ടി വരുത്തിയാണ് ഞാൻ എന്റെ പ്രസംഗത്ത് പറയില്ലേ, അളിനെ കാണാൻ വേണ്ടി വന്നതാ. അവ മജ്ലിസൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.